ഇത് ഒരു സ്പെഷ്യൽ പേഴ്സൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണ്. സർപ്രൈസ് ബർത്ത്ഡേ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഹോട്ടൽ സീ പാലസിൽ വെച്ചായിരുന്നു സർപ്രൈസ് കൊടുത്തത്. അതായത് ചിറ്റമ്മ, ഞങ്ങളെല്ലാവരും ചിറ്റമ്മയെന്ന് വിളിക്കും. അതായത് എൻ്റെ ഗ്രാൻഡ്മയുടെ സിസ്റ്ററാണ്, പക്ഷേ ഞങ്ങളെല്ലാവരും ചിറ്റമ്മയെന്ന് വിളിക്കും. അപ്പം ചിറ്റമ്മയ്ക്ക് 75ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതൊരു സർപ്രൈസ് പാർട്ടി കൊടുത്തതാണ്. അപ്പം ഞങ്ങളുടെ ആ ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് തന്നെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബർത്ത്ഡേ ഫംഗ്ഷനിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യും. ഹായ്. സ്റ്റോറേജ് ഫുള്ളായി. Happy returns of today.
हमारी चिट्टाम्मा का पार्टी हो रही है. നമുക്ക് ചിറ്റാമ്മയ്ക്ക് മാത്രമായിട്ടുള്ള ഈവനിങ് ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും ചിറ്റാമ്മയ്ക്ക് ഇന്ന് ഹാപ്പിനെസ് കൊടുക്കേണ്ട ഡേ ആണ്. ഈ പ്രായത്തിൽ നമുക്ക് ഈ വയസ്സിൽ First of all, happy birthday, my love. എല്ലാവരും കൂടെ ഒരു വട്ടം happy birthday ചിറ്റാമ്മ എന്ന് പറയണേ. Ready? 1, 2, 3, start. അമ്മ എക്സ്പെക്ട് ചെയ്തോ? ജാസ്മിന്റെ അമ്മ അറിഞ്ഞു. അറിയാനായിട്ട് വഴി എനിക്ക് പുള്ളിക്കാരോട് okay. Let's have some fun. Important organ. So we need it all together only. ചിറ്റാമ്മ എന്ത് കാര്യം ചിറ്റാമ്മ നല്ല കുറച്ച് പ്രായത്തിലുള്ളവർ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പോയാലും ഒരു പ്രേയറോടെ സ്റ്റാർട്ട് ചെയ്തോളൂ. ആണല്ലോ നമുക്ക് ചിലപ്പോൾ അത് ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷെ അവർക്കത് വലുതാണ്. നമ്മളേക്ക് ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോഴെല്ലാം പ്രേയർ പറഞ്ഞിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഒന്ന് എണീറ്റ് നമുക്ക് പ്രേയർ വേണ്ടിയിട്ട് ചിറ്റാമ്മ ഇച്ചിരി പ്രയർ. ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളെ പഠിക്കാൻ ഒരുപാടുണ്ട് ഞങ്ങൾക്ക്. ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് പറയാനൊന്നും പറ്റില്ല. കരച്ചിൽ കഷ്ടപ്പെട്ട് ഞങ്ങളെ പാർട്ടി നല്ല നിലയിൽ ഞങ്ങളുടെ മക്കളെ ആയാലും സ്നേഹിക്കുന്നതായാലും എല്ലാം അമ്മച്ചി പോലൊരു അമ്മച്ചി വേണ ചേച്ചിക്ക് അങ്ങനെയാണ്. സോറി വേണാച്ചി എവിടെ? സോറി. അപ്പം ബേൻ ചേച്ചി 2 വാക്ക് ചിറ്റാമ്മയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ആദ്യം ഞാൻ സർവശക്തനായ തമ്പുരാൻ നന്ദി പറയുകയാണ്. എനിക്ക് എൻ്റെ അമ്മച്ചിയെ തന്നെ ഞാൻ നന്ദി പറയുകയാണ്. ജനിച്ച നാട് തൊട്ടേ കാണുന്ന എൻ്റെ അമ്മച്ചി കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തിയതാണ്. അമ്മച്ചി ഓൾറെഡി ഉണ്ട്, പക്ഷേ ഒത്തിരി 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 അമ്മച്ചി ഒരു കുഞ്ഞു കലത്തിൽ ചോറും കൊണ്ട് ഞങ്ങൾക്ക് ചൂടിലാകുമ്പോൾ ഞാനും ചേച്ചിയും കണ്ടിട്ടുണ്ട്. കുഞ്ഞു കലത്തിൽ ചോറും കൊണ്ട് അതിന് ഓടിയിട്ട് ഉച്ചയ്ക്ക് ആർക്ക് കൊണ്ടുപോകുന്നത് അവർക്ക് കൊടുക്കുന്ന കഞ്ഞിയായിരിക്കും. അമ്മച്ചിക്ക് കൊടുക്കുന്ന കഞ്ഞിയായിരിക്കും അമ്മച്ചി അത് ഞങ്ങൾക്ക് കൊടുത്തത്. അത് കഴിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. പിന്നെ അമ്മച്ചിക്ക് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങൾ ഇറച്ചി നോക്കിയപ്പോൾ അമ്മച്ചി 10 വാങ്ങിച്ചു തരുമായിരുന്നു. പഴം ചോദിക്കുമ്പോൾ അമ്മച്ചി 8 പഴം വാങ്ങിച്ചു തരുമായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് പരാതി പറഞ്ഞിട്ടില്ല. കാര്യം പറഞ്ഞാൽ ആ ഇല്ലായ്മയിൽ നിന്ന് അമ്മച്ചി വളർത്തിയത് വളർത്തി കൊണ്ടുമ്പോൾ അമ്മച്ചി ആ ഇല്ലായ്മയിൽ നിന്ന് തന്നെ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അതിനുശേഷം മാറിക്കൊണ്ടേ പിന്നെ ഞങ്ങൾക്ക് ആളായി കഴിഞ്ഞപ്പോൾ തന്നെ ആ പിന്നെ അമ്മച്ചീനെ കൊണ്ട് എന്തൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നു അതെല്ലാം ചെയ്തു. അമ്മച്ചി ചെറുപ്പക്കാരായാലും മക്കൾക്കായാലും ഒരേ മാസം തൊട്ട് അമ്മച്ചി സ്വന്തത്തിന്റെ പോയി ഉണ്ടാക്കാൻ തുടങ്ങി. കീർത്തിക്ക് വേണ്ടി തന്നെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അമ്മമാര് ഒക്കെ കാണുമായിരിക്കും. പക്ഷെ ഞാൻ എന്റെ അമ്മച്ചിയുടെ കാര്യം പറഞ്ഞാൽ കീർത്തിക്ക് വേണ്ടി 10 കോയിലുണ്ടാക്കി വെച്ചു. കഷ്ടപ്പെട്ട് അമ്മച്ചി 10 കോയിലുണ്ടാക്കി വെച്ചു. അതേ കണക്കെ നമ്മോട് ഉണ്ടാക്കി വെച്ചു. പക്ഷെ ഇത് അമ്മച്ചി കഷ്ടപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അമ്മച്ചി വാടിയത് തലേന്ന് മീന് കൊണ്ടുപോയി അതിന്റെ പുറത്ത് ഐസ് മീനിന്റെ ശരീരത്തിന്റെ പുറത്ത് അമ്മച്ചി ഐസിന്റെ വാടി ഇവിടെ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അമ്മച്ചി കഷ്ടപ്പെട്ട ആളൊക്കെ ഞാൻ നോക്കിയിട്ട് എന്റെ ഇതിൽ നോക്കിയിട്ട് എന്റെ അമ്മച്ചി തന്നെയാണ് അത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വളർത്തി എനിക്ക് സർവശക്തനായ തമ്പുരാൻ തന്നെ സ്വന്തമാണ് എന്റെ അമ്മച്ചി. ഏറ്റവും വലിയ പുണ്യം ചെയ്യുന്നതാണ് ഞാൻ എന്റെ അമ്മച്ചിനെ
12-13 വയസ്സൊക്കെ ആയി ആദ്യ കുർബാന എടുത്ത് അതിനുശേഷം ഹോളി കമ്മ്യൂണിന് ശേഷം എപ്പോഴും ഡെയിലി ചർച്ചിൽ കൊണ്ടുപോകും. എന്നെ കൊണ്ടുവന്നിട്ട് എപ്പോഴും ദൈവീകമായിട്ടുള്ള പ്രാർത്ഥന എല്ലാവരും പറഞ്ഞത് അത് പലർക്കും ഓരോ നമ്മൾ നിന്നിട്ടുണ്ട്. ആ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് വലിയ അതിശയം. ഞാനും അമ്മ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ കേൾക്കും. അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അമ്മയുടെ അമ്മ ഭയങ്കര ഒരുപാട് ഇങ്ങനെ അമ്മേനെ ക്രൂരത കാണിച്ചിട്ടുണ്ട്. അമ്മയുടെ അമ്മയാണെങ്കിൽ പോലും നല്ലത് വളർത്താൻ വേണ്ടിയിട്ട് ആ കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ അമ്മ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല അതിശയം. ഇപ്പോഴും ഒരു അഭിമാനം തോന്നും. അതേണക്കെ എന്റെ കല്യാണത്തിനായാലും ഇപ്പോഴും എന്റെ കൊച്ചിനെ അമ്മയായി അമ്മയായി മുത്തശ്ശിയായി എന്റെ കുഞ്ഞിനെ വല്ലാതെ നോക്കുന്നുണ്ട് ഈ പ്രായത്തിൽ. അത് ഭയങ്കര അഭിമാനമാണ്. പ്രൗഡ് ഓഫ് യു. ഹലോ. ചിറ്റാമനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ വലിയ കാര്യങ്ങളൊന്നും, എന്നാലും ചിറ്റാമന അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാവരും എന്താ എപ്പോൾ എവിടെ പോകണം ആലോചിച്ചാൽ ആദ്യം അല്ലെങ്കിൽ ചിറ്റാമനെ വിടാം. നേരെ വൈകുന്നേരത്തിൽ കറങ്ങി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തെ വീണ്ടൊരു ചായ അല്ലെങ്കിൽ വേണ്ടാത്തൊരു കട്ടൻ അല്ലെങ്കിൽ ചിറ്റാമൊരു കട്ടൻ, ഇതൊക്കെ തന്നെ അടിച്ചു പൊളിക്കുന്നത് ഞങ്ങളുടെ അടിപൊളി ചിറ്റാമ. അത്രയേ ഉള്ളൂ. ചിറ്റാമ്മനെ കുറിച്ച് പറയാനിങ്ങനെ കുറേ ഉണ്ട്. ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് ചിറ്റാമ്മ ഒരിക്കലും ടു ലോസ് അമ്മാനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടില്ല. ലൈക്ക് ചിറ്റാമ്മ അപ്പൂനെ അതോ കിരൺ ചേട്ടൻ കീർത്തി ചേച്ചിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ ആയാലോ സനോജിനായാലും അങ്ങനെ അതുണ്ട്. പിന്നെ ഞങ്ങളെക്കാട്ടി കൂടുതലും മമ്മിയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. എന്ന് വെച്ചാൽ അന്ന് ഞങ്ങളിങ്ങനെ കിച്ചണിൽ ഇരിക്കുമായിട്ട് അപ്പൊ മമ്മി എന്നോട് പറയാ ചിറ്റാമ്മ കോക്കോനട്ട് ബ്രേക്ക് ചെയ്ത് എന്നിട്ട് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത്. അപ്പൊ മമ്മി എന്നോട് പറയാ ഞാനും മമ്മി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞങ്ങളിങ്ങനെ ആലോചിക്കുക ചിറ്റാമ്മ ആരുടെ കയ്യിൽ കൊണ്ടു തരുമെന്ന്. ഞാൻ ഇങ്ങനെ സൈഡിലിരിക്കാം. മമ്മി പറയാ നീ കണ്ടോ, എന്റെ കയ്യിലേ കൊണ്ടു തരത്തോളൂ, എന്റെ കയ്യിലേ കൊണ്ടു തരത്തോളൂ. ചിറ്റാമ്മ ഇങ്ങനെ ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 2 മിനിറ്റ് ഇങ്ങനെ മമ്മീനെ നോക്കി. പിന്നെ എന്നോട് നോക്കി ഇന്നാ മോളെ പകുതി. പക്ഷെ ആദ്യം ചിറ്റാമ്മ കൊടുക്കാൻ പോയ മമ്മീനെ തന്നെ. പക്ഷെ ചിറ്റാമ്മക്ക് അങ്ങനെ ഒന്നുമില്ല. ലൈക്ക് സെൽഫ്ലെസ് ലവ് പറയത്തില്ലേ, ഷീ ഡസന്റ് വാണ്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. ഷീ വിൽ നോട്ട് ഡു എനിത്തിങ് തിങ്കിങ് ദാറ്റ് ഓക്കെ ഈ പേഴ്സൺ എനിക്ക് എന്തെങ്കിലും ഇൻ റിട്ടേൺ തരും. സെൽഫ്ലെസ് ലവ്. എനി ടൈം ചിറ്റാമ്മ അടുത്ത് പറഞ്ഞു രാത്രി 2 മണിക്ക് പറയാം എനിക്ക് വിശക്കുന്ന ചിറ്റാമ്മ എന്തെങ്കിലും കൊണ്ടുതരും ഉണ്ടാക്കി. അപ്പോൾ ചിറ്റാമ്മയ്ക്ക് അങ്ങനെ ഭയങ്കര സ്നേഹം. അങ്ങനെ തന്നെ ചിറ്റാമ്മ ഞങ്ങൾ എന്തുവാ ചിറ്റാമ്മനെ ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണിക്കത്തില്ല ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞ്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ചിറ്റാമ്മയ്ക്ക് വേണ്ടി കുറേ റെസ്പെക്റ്റും കുറേ സ്നേഹമുണ്ട്. ഓക്കെ, സോ വി ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഇനി എന്താ പറയുക, എൻ്റെ അപ്പച്ചനമ്മച്ചൊക്കെ വെളിയിലാണ് ബോംബെയിലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഓടിച്ചെല്ലും. ഇനി എല്ലാവരും ഉണ്ടെങ്കിലും ഓടിച്ചെല്ലുമ്പോഴത്തേക്ക് ചിറ്റാമ്മയുടെ വീടെന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലും. പിന്നെ ഇപ്പോഴും മേളാച്ച പുതിയ വീടുണ്ടെങ്കിലും ആ വീട് ചിറ്റാമ്മയുടെ വീട്. ചിറ്റാമ്മയുടെ വീട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാപ്പി ഉറപ്പാണ് എപ്പോഴും. അല്ല ചിറ്റാമ്മയുടെ തരാറുണ്ട്. പിന്നെന്താ പറയാനുള്ളത്, ചിറ്റാമ്മ കൊന്ത പിടിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കൊന്ത വെച്ചിട്ട് നീണ്ടുപോകും. പിന്നെ ചിറ്റാമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് ഇത്രയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. Teresa, you are very nice and lovely. I love you very much. Happy birthday. लाइक वो समझेगा। ए पगली ऐसे सब बोलो ना। हैप्पी बर्थडे चित्तम्मा पगली. Peter's family is our family, not your family. From Peter's family, especially I want to thank Chittamma
because during Amma's time, 7 years Amma was on bed, 7 years. But she was the only one who did day and night work for my Amma. So she was the only one. So for that also, Chittamma, I am so thankful, and I will always be thankful for that. That is a big thing. Nobody will do. See, even though she is a sister, nobody will do so much like leaving their own family. But she managed that family also and this family also. And we would not do much for Amma. Okay, money-wise and all, that is all okay. But personally, we could not do much thing for Amma. But Chittamma was always there. Joyson always, he knew Chittamma is there. So we could survive there, we could work there. So thank you so much, Chittamma, for that too. And always keep loving. You are one of my favorite persons. Love you so much. Thank you. Thanks for loving me. ഓക്കെ Happy birthday to you. Clap ചെയ്യുന്നില്ലേ ആരും? Clap ചെയ്യാൻ. I know you told your friend you're not okay, and tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to gray as you fade away, as you fade away. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay? Just let me be me and I'll stay out of your way. I can see the way you look at me, I'm such a disgrace. I never really asked to be brought into this place. You wanna love me? Well then baby I have a taste. All the highs and the lows, no you'll never be the same. I don't really wanna hurt you but I can't control the pain. If you're sticking by my side, maybe we could be okay. Okay, maybe you could be the change I need today. I promise that I've never felt this way. I really hope that you will choose to stay through all